ഒരു മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ്. Man is a social being and he had a colony and he had a family and society and lifestyle and healthy style and wealth. Of course, wealth and health, it is all articulate together and living a good life. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ലൈഫിനകത്ത് എന്നാൽ ഈ ബൈബിളിൽ പറയുന്നു, ഒരു മനുഷ്യന് ലോകത്തിൽ വന്നാൽ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന ലൈഫ് സ്പാനിൽ രോഗമുണ്ട്, ദുഃഖമുണ്ട്, കഷ്ടമുണ്ട്. ബട്ട് ഈ സോഷ്യൽ ബീയിങ്ങിനകത്ത് സോഷ്യലായി കിടക്കുന്ന നമ്മുടെ സൊസൈറ്റി അറ്റ്മോസ്ഫിയർ എൻവയോൺമെൻ്റ് അകത്ത് നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ അനവധിയാണ്. Might be a sickness, might be a financial crisis, might be some other depressions, some other personal issues that we are suffering and that we are trying to overcome it. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് യേശു പറഞ്ഞ ഒരു വചനം പറയുകയാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, ഡു നോട്ട് ഫിയർ, ഒന്നിനെ പറ്റിയും ഡു നോട്ട് ഓവർ തിങ്ക്, ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്. സോഷ്യൽ ബീയിങ് ആകുന്ന നമുക്ക് വിചാരപ്പെടാതെയോ ചിന്തിക്കാതിരിക്കാൻ കഴിയത്തില്ല. എന്നാൽ ബൈബിൾ പറയുന്ന ആ വാക്ക് നിങ്ങളോട് ഞാൻ പറയുകയാണ്. നിങ്ങളുടെ ലൈഫിനകത്ത് ഒന്നിനെ പറ്റി നിങ്ങൾ വിചാരപ്പെടരുതെന്ന് പറയുന്ന ആ ശബ്ദത്തെ നിങ്ങൾ ലിസൺ ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യങ്ങളിലെ, വിചാരങ്ങളിലെ, ടെൻഷനുകളിലെ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തു യേശുവിൽ സറണ്ടർ ചെയ്യുവാൻ നിങ്ങളോട് ഞാൻ ആത്മാവിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ ആരും അഭയമില്ലാതെ എവിടേക്കോ ഒറ്റപ്പെട്ടു പോകുന്ന ഈ ദിവസങ്ങളിൽ ഏകാന്തത അനുഭവിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്. ദൈവം നിങ്ങളെ കരുതുമെന്ന് കർത്താവ് എന്നോട് ഉറപ്പ് തരികയാണ്. ഐ സ്ട്രോങ്ലി ബിലീവ് ദൈവത്തിൻ്റെ ഒരു കരം നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അസാധാരണമായ ചില സൊല്യൂഷനുകളിലേക്ക് നിങ്ങൾ ചലിക്കാൻ പോവുകയാണ്. നിങ്ങൾ പോലും പ്രെഡിക്റ്റ് ചെയ്യാത്ത ചില പരിഹാരങ്ങൾ, ചില വിഷയത്തിനകത്തുള്ള ചില പരിഹാരങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു വലിയ ദൈവശബ്ദമായി മാറട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.